പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ഇപ്പോൾ ഇന്നത്തെ നോയമ്പിന്റെ 11ാമത്തെ ദിവസമാണ്. അപ്പൊ ഈ 11ാമത്തെ ദിവസത്തിൽ നമ്മുടെ ചർച്ച് കലണ്ടറിന് കിട്ടിയ 5 പോർഷൻസ് ഉണ്ട് ബൈബിളിൽ നിന്നുള്ള നമുക്ക് ധ്യാനത്തിനായിട്ട്. ആദ്യമായിട്ട് നമ്മൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതായിരിക്കും. ലിസി ഒന്ന് സഹായിച്ച് വായിക്കുന്നു. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളെയൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞും നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സിലിഞ്ഞ് നിങ്കിലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരിക്കുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം വർദ്ധിപ്പിക്കും. നിന്റെ പിതാക്കന്മാർ നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിശോധന ചെയ്യും. ഈ ശാപങ്ങളെയൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ പകച്ച് ഉപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും. ഇത് നമ്മുടെ പഴയ നിയമത്തിലുള്ള മോശയുടെ പുസ്തകം ആവർത്തന പുസ്തകത്തിനുള്ള പോഷണം. ദൈവം ഇസ്രായേൽ ജനത്തിന് പഴയ നിയമത്തിൽ 613 നിയമങ്ങൾ ജൂയിഷ് ലോസ് കൊടുത്തിട്ടുണ്ട്. ആ ലോസ് ഡയറ്ററി ലോസ് ഉണ്ട്, സിവിൽ ലോസ് ഉണ്ട്, ക്രിമിനൽ ലോസ് ഉണ്ട്, സെർമോണിയൽ ലോസ് ഉണ്ട്, അങ്ങനെ പലതരമായ ലോസ് ഉണ്ട്. പക്ഷെ ഈ ലോസ് എല്ലാം തന്നെ 2 മുഖ്യമായ ലോസിൽ ഒതുങ്ങിക്കൂടുന്ന, അത് കർത്താവിന് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ന്റെ 37 തൊട്ട് 39 വരെയുള്ള വാക്യത്തിൽ ഒന്ന് നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആരോഗ്യത്തോടും നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുക. 2, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ നമ്മള് പഴയ നിയമത്തിലുള്ള എല്ലാ ലോസും തന്നെ, ഈ 613 ലോസ് തന്നെ ഈ 2 കൽപ്പനയിൽ ഒതുങ്ങിക്കൂടുന്നതാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ, അല്ലെ ഇസ്രായേൽ ജനമല്ല ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവൻ പാവം ആ ലോയെ ലംഘിക്കുക തന്നെയല്ല, അവനെ തന്നെ ലംഘിക്കുക ചെയ്യുന്നത്. ഹി വയലേറ്റ്സ് ഹിംസെൽഫ്. ആ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവനെ തന്നെയല്ല എഫക്ട് ചെയ്യും, അവനെയും അഫക്ട് ചെയ്യും, അവന്റെ കുടുംബത്തെയും അഫക്ട് ചെയ്യും, അവന്റെ സമൂഹത്തെ അഫക്ട് ചെയ്യും ചില പാപങ്ങൾ. ഇപ്പൊ നമുക്കൊരു പ്രോഗ്രഷൻ ഓഫ് സിൻസ് ഉണ്ട്, പാപത്തിന്റെ പ്രോഗ്രഷൻ ഉണ്ട്. ഒന്ന്, പാപം എങ്ങനെ തുടങ്ങും? ആ പാപം ഫസ്റ്റ് നമ്മുടെ കാർണൽ അല്ലെങ്കിൽ ജഡീക മനസ്സിൽ, നമ്മുടെ ജഡിക മനസ്സിനെയും നമ്മുടെ ജഡിക മനുഷ്യനെയും ആകർഷിക്കുന്ന തോട്ട്സ്, ഈവിലായിട്ടുള്ള തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ആ തോട്ട്സ് നമ്മൾ എന്റർടൈൻ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞിട്ട് ആ തോട്ട്സ്, ആ പാവം എങ്ങനെ അത് ഫുൾഫിൽ ചെയ്യണം, അതെങ്ങനെ നമ്മൾ അത് ചെയ്തെടുക്കണമെന്നുള്ള ആ പ്ലാനിങ് മനസ്സിൽ ചെയ്തിട്ട് അത് പോയി പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ പാവം പൂർത്തിയാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ അയൽക്കാരന് ഒരു നല്ലൊരു വസ്തു ഉണ്ട്. ഓക്കെ, ആ വസ്തു നല്ലൊരു വസ്തു. അപ്പം ആ വസ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വസ്തു. അപ്പം ആ വസ്തു എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്ലാനുകൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ആ കള്ളത്തരത്തിൽ കൂടെ
ആ വ്യക്തിയുടെ എൻ്റെ അയൽക്കാരന്റെ വസ്തു ഞാൻ കീഴടക്കുന്നു. ആ സമയത്ത് എൻ്റെ മനസാക്ഷി എപ്പോഴും കുത്തും. എൻ്റെ അയൽക്കാരനോട് ചെയ്ത തെറ്റ് അത് എൻ്റെ മനസാക്ഷി കുത്തി എൻ്റെ സമാധാനം കെട്ടുപോകും. അതിൽ കൂടെ എൻ്റെ കുടുംബജീവിതത്തിലുള്ള സമാധാനവും കെട്ടുപോകും. ആ കുടുംബജീവിതത്തിൽ ആ കുടുംബത്തിന്റെ പേര് സമൂഹത്തിൽ ഒരു നല്ല പേര് സൽപ്പേര് നഷ്ടപ്പെടും. അതിൽ കൂടെ എൻ്റെ അയൽക്കാരനുമായിട്ടുള്ള ബന്ധവും നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ പാപത്തിന്റെ പ്രോഗ്രഷന് നമ്മൾ വി ആർ വയലേറ്റിങ് നമ്മളെ തന്നെ നമ്മൾ ലംഘിക്കുക. നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈ ദൈവത്തിന്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്ന ലോസ് മൊത്തം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനും, അതുപോലെ തന്നെ കുടുംബമായിട്ട് നമുക്ക് പാപത്തിൽ വീഴാം, സൊസൈറ്റി ആയിട്ട് പാപത്തിൽ വീഴാം. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം മൊത്തമായിട്ട് പാപത്തിൽ വീണ പല ബൈബിളിലോ പഴയ നിയമത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ നോക്കും. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ആസ് എ നേഷൻ പാപത്തിൽ വീണ് ഈ പാപത്തിൽ വീണ് കഴിയുമ്പോൾ അവരുടെ നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പിന് ഈ രാജ്യത്തെ വിസ്ഡത്തിൽ കൊണ്ടു നടത്തുവാൻ ഉള്ള ആ പരിജ്ഞാനം അല്ലെങ്കിൽ ആ വിസ്ഡം നഷ്ടപ്പെടും. ആ സമയത്ത് അവരെ ശത്രുക്കൾ വന്ന് ഇവരെ ആക്രമിക്കുകയും പല സമയത്ത് നമുക്ക് ബൈബിള് വായിക്കാൻ നോക്കും, അവര് നാലാ ഭാഗത്തോട്ട് ചെതറി പോകുന്നതും ചില സമയത്ത് ഈ എനിമീസ് വന്ന് അവരെ ക്യാപ്റ്റീവായിട്ട് എടുത്ത് ദൂരദേശത്തോട്ട് കൊണ്ടുപോകുന്നൊക്കെ എക്സാമ്പിൾസ് നമ്മുടെ ബൈബിളിലുണ്ട്. പക്ഷേ ഈ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിന്റെ 4-ാം ഭാഗത്തായിരിക്കും, ദൂരദേശത്തൊക്കെ ആയിരിക്കും, പക്ഷെ അവിടെ വെച്ച് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് നിങ്ങളുടെ പാപത്തെ നിങ്ങൾ റിപ്പന്റ് ചെയ്യുവാണെങ്കിൽ ദൈവം നിങ്ങളെ ഏത് മോശ അവസ്ഥയിലാണെങ്കിലും ദൈവം നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ രാജ്യത്തോട്ട് മടക്കി കൊണ്ടുവരും. നിങ്ങളുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അവിടെ. അപ്പൊ അത് ഈ ഡ്യൂട്രോണമി 30-1 തൊട്ടുള്ള 7 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ ഐസയ ചാപ്റ്റർ 35 വേഴ്സ് 1 to 10. യെശയ്യായുടെ പുസ്തകം 35 1 തൊട്ടുള്ള 10-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ സഹായിക്കണം. മരുഭൂമി വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വം കർമ്മേലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുകയും ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തർ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ വഴിതെറ്റി പോകുകയുമില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇത് നമുക്ക് ദൈവം തന്നിക്കുന്ന ഒരു വാക്തത്വമാണ്. എനിക്ക് ഇതിനകത്ത് 9-ാം വാക്യം 9-ഉം 10-ാമത്തെ വാക്യം എനിക്ക് ദൈവം എൻ്റെ അടുത്ത് സംസാരിച്ചത്. No lion will be there, nor will any ferocious beast get up on it. They will not be found there, but only the redeemed will walk there.
വീണ്ടെടുക്കപ്പെട്ട ജനം മാത്രമേ അവിടെ കാണത്തുള്ളൂ. ആരായിരിക്കും ഈ വീണ്ടെടുക്കപ്പെട്ട ജനം? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടം സകല മനുഷ്യനും രക്ഷിക്കപ്പെടുവാനും സകല മനുഷ്യനെയും വീണ്ടെടുക്കപ്പെട്ട റെഡീം ചെയ്ത ഒരു ദൈവമാണ് നമ്മുടെ. അപ്പോൾ സകല എല്ലാ ദ ഹോൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പ്രോമിസാ ഈ യെശയ്യാ പുസ്തകം 35:1 തൊട്ടുള്ള 10-ാം വാക്യം വരെ. പിന്നെ നമുക്ക് അടുത്ത പോർഷനോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 13:37 തൊട്ട് 52 വരെയുള്ള വാക്യം. 37 തൊട്ട് 52 വരെ. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ആകയാൽ ഹേ നിന്ദക്കാരെ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന പ്രവാചക പുസ്തകങ്ങളിലായി അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ പള്ളി വിട്ട് പോകുമ്പോൾ പിറ്റേ ശബ്ബത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പിറ്റേ ശബ്ബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർത്തു പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിൽ നിന്ന് വ്യാപിച്ചു. യഹൂദന്മാരും ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. ആമേൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വായിക്കാൻ നോക്കുന്ന 13-ാം അധ്യായം 37 തൊട്ട് 52 വരെയുള്ള വാക്യങ്ങളിൽ വചനം വരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മള് ഈ പഴയ നിയമത്തിലുള്ള 613 ലോസ് നിയമങ്ങൾ നമ്മൾ ഇസ്രായേൽ ജനം ട്രൈ ചെയ്തിട്ട് ആർക്കും തന്നെ ഇത് പൂർണ്ണമായിട്ട് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ ഒത്തില്ല. ആ ലോസ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പക്ഷേ കർത്താവിൽ കൂടെ നമുക്ക് പാപത്തിന് മോചനവും കർത്താവിൽ കൂടെ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപത്തിന്റെ പ്രയാസങ്ങളും ഒക്കെ ദൈവം കർത്താവിൽ കൂടെ അത് ഹീൽ ചെയ്ത് നമ്മളെ റിസ്റ്റോർ ചെയ്യും. നമ്മുടെ മനസ്സിലുള്ള ആ ദൈവവുമായിട്ടുള്ള കോൺഷ്യൻസ്, ആ ഒരു ബാഡ് കോൺഷ്യൻസ് ഹീൽ ചെയ്ത് ദൈവവുമായിട്ടൊരു വീണ്ടും നമുക്കൊരു ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കർത്താവിൽ കൂടെ സാധ്യമാകുന്നു. ഇത് പൗലോസും ശിഷ്യന്മാരും ഈ കർത്താവിൽ കൂടെ ഉള്ള ഗുഡ് ന്യൂസ് യഹൂദന്മാരുടെ അടുത്തും ലോകത്തെ അറിയിച്ചപ്പോൾ ഒത്തിരി പേര് അവരെ സ്വീകരിക്കുക ചെയ്തു. പക്ഷേ ഒത്തിരിയും ജനം, എസ്പെഷ്യലി യഹൂദ ജനം, അവരെതിരെ തിരിയുകയും അവരെ തുടങ്ങി.
അപ്പോൾ നമ്മൾ ആൾക്കാരുടെ അടുത്ത് വാക്കുകളെ കൂടും ചിലപ്പം നമ്മള് ദൈവവചനവും ചിലപ്പം ഗോസ്പലും ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ആൾക്കാർ നല്ല രീതിയിൽ ആയിരിക്കത്തില്ല അത് സ്വീകരിക്കുന്നത്. പല സമയത്തും അത് അവര് നമ്മുടെ എതിരെ പ്രവർത്തിക്കാനും നമ്മുടെ എതിരെ പെർസിക്യൂട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം പൗലോസും ഇവർക്കെല്ലാം ആ ഒരു പെർസിക്യൂഷനിൽ കൂടെ പോകേണ്ടി വന്നു. ഇനി അടുത്തൊരു പോർഷന് 2 കൊരിന്ത്യർ 8:1-9 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, മെക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധമായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം എന്ന് ഞങ്ങൾ അവരോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഇങ്ങനെ എല്ലാത്തിലും ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവേ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. 7-ാം വാക്യം ഒന്നുകൂടെ വായിക്കണം. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവേ. ഇതാ നമ്മുടെ ഈ നോയമ്പിന്റെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നോയമ്പെടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇടണം. But just as you excel in everything, in faith, in speech, in knowledge, in complete earnestness, and in your love for us, see that you also excel in the grace of giving. നോളജും നമ്മുടെ വാക്കുകളായാലും നമ്മുടെ നോളജൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ ഈ പാവങ്ങളെ സഹായിക്കാനും കഷ്ടതയിലും പ്രയാസത്തിൽ കിടക്കുന്ന ആൾക്കാരെ അവർക്ക് നമ്മുടെ കയ്യിലുള്ള ഹെൽപ്പ് ചെയ്യുവാനും ഒക്കെ ഈ ഒരു നോയമ്പ് കാലത്ത് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്തൊരു പോർഷൻ വായിക്കാം. സെന്റ് മാർക്ക് ചാപ്റ്റർ 1:21-31. അവർ കഫർന്നഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസറേയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടു പോയെന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളെയും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു. അനന്തരം അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശിമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ശിമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു. ഇവിടെ നമ്മൾ കാണാവുന്ന കർത്താവ് 2 രീതിയിലുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. 2 രീതിയിലുള്ള സൗഖ്യം. ഒന്ന്, ഡീമൻ പൊസസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സൗഖ്യമാക്കുന്നു. ഈ ഡീമൻ പൊസസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ കാണാൻ നോക്കുന്ന കാര്യം, ഈ നമ്മള് ഡീമൻ പൊസസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അവരെപ്പോഴും അവരുടെ
അവരുടെ മൈൻഡിനെ ഈ അഫക്റ്റഡ് ആകുന്നത്. ഡിപ്രഷൻ, ആങ്സൈറ്റി, സൂയിസൈഡൽ തോട്ട്സ്, നമുക്ക് ജീവിതത്തിലൊന്നും ചെയ്യാനുള്ള ആഗ്രഹവും ഇല്ലായ്മയും, അങ്ങനെയുള്ള പല രീതിയിലുള്ള മെന്റൽ ആഗനീസിൽ കൂടെ നമ്മൾ ഈ ഡീമൺ പൊസസ്ഡ് ആൾക്കാരെ കുറിച്ച് നമുക്ക് പറയാനൊക്കും. അപ്പം ഇവിടെ കർത്താവ് അങ്ങനെയുള്ള വ്യക്തികളെ സൗഖ്യമാക്കുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഏത് രീതിയിലുള്ള മെന്റൽ ആഗനീസ് ഉണ്ടെങ്കിലും, ഡിപ്രഷൻ ആയിക്കോട്ടെ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, സൂയിസൈഡൽ തോട്ട്സ് ആയിക്കോട്ടെ, നമ്മളെ ഉദ്രവിച്ച ആൾക്കാരുടെ അടുത്ത് നമുക്ക് കയ്പുണ്ടായിക്കോട്ടെ, ഏത് രീതിയിലുള്ള നമ്മളെ അലട്ടുന്ന മാനസികമായിട്ടുള്ള പ്രോബ്ലത്തിന് നമ്മൾ ഈ നോയമ്പ് കാലത്ത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ അത് പൂർണ്ണ സൗഖ്യം നമ്മുടെ മനസ്സിന് ദൈവം തരും. നമുക്ക് ദിവ്യ സമാധാനവും സന്തോഷവും ദൈവം തരും. ഇത് കർത്താവ് ഇവിടെ ഈവൽ സ്പിരിറ്റ്സിൽ അല്ലെങ്കിൽ ഡീമൺ പൊസസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സൗഖ്യമാക്കുന്ന കാണുന്നുണ്ട്. രണ്ടാമത് ഷിമ്യോന്റെ വീട്ടിൽ പോയപ്പം ഷിമോന്റെ മദറിൻലോയ, അമ്മായിയമ്മയെ, പനിയായിട്ട് കടന്ന അമ്മായിയമ്മ പൂർണ്ണ സൗഖ്യമാകുന്ന ഒരു എക്സാമ്പിളും കാണുന്നുണ്ട്. അപ്പം ശാരീരികമായിട്ട് നമ്മള് പ്രയാസമോ കഷ്ടതയോ അനുഭവിക്കുകയാണെങ്കിൽ ദൈവസന്നിധി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ സൗഖ്യമാക്കും. നമ്മുടെ കൂട്ടു സഹോദരന്മാരും സഹോദരനും സഹോദരികളും രോഗ അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് അവരെ സൗഖ്യമാക്കും. ലോകം മൊത്തം ഈ കൊറോണയുടെ പ്രയാസത്തിൽ കടന്നു പോകുന്നു. ദൈവം ഈ ലോകത്തിലുള്ള ഈ കൊറോണയുടെ ഭീതിയെ മാറ്റുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് കാലത്ത് ദൈവം സഫറിങ് ആയിട്ടുള്ള ആൾക്കാരെ സൗഖ്യമാക്കുവാൻ വേണ്ടി നമ്മൾ അപേക്ഷിക്കാം. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ ബൈബിളിൽ കൂടെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മളത് വിശ്വസിക്കുന്നു. അപ്പം ഈ ചെറിയ 5 പോർഷൻസിൽ കൂടെ ചില തോട്ട്സ് ഷെയർ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഗ്ലോറിയസ് ഗോസ്പൽ എനിക്ക് എൻ്റെ വൈഫിനും അതിനുള്ള അവസരം തന്നു. അതിനായിട്ട് ഗ്ലോറിയസ് ഗോസ്പൽ ടീമിന് നന്ദി പറയുന്നു. കേട്ടോണ്ടിരുന്ന എല്ലാ വ്യക്തികളെയും താങ്ക് യു. ഈ നോയമ്പ് സീസൺ നിങ്ങളെല്ലാം നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട സീസണായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.